ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ബക്കർ കഴിഞ്ഞ 2 മാസക്കാലത്തോളമായിട്ട് സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് പോലീസിൽ നാട്ടിൽ നിന്ന് പലരും കേസ് കൊടുക്കുകയും അതിനുശേഷം പഞ്ചായത്ത് ഭരണസമിതി യോഗങ്ങൾ ഉൾപ്പെടെ പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന മറ്റ് പരിപാടികളിലൊന്നും തന്നെ ഇവിടെ പങ്കെടുത്തിട്ടില്ല. 2 മാസക്കാലമായിട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് ബക്കർ മെമ്പർ വന്നിട്ടില്ല. ഭരണസമിതി യോഗങ്ങളൊക്കെ തന്നെ എല്ലാ ജനപ്രതിനിധികളെയും രേഖാമൂലം അറിയിക്കേണ്ടതുള്ളത് കൊണ്ട് ബക്കർ മെമ്പറുടെ വീട്ടിൽ ഇവിടുത്തെ സ്റ്റാഫ് കൊണ്ടുപോയിട്ട് അജണ്ട അവിടെ ഒട്ടിക്കാറാണ്. 2-3 തവണ അവിടെ ഒട്ടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഇനി മകന് വേണ്ടി അവർ ഒപ്പിട്ട് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് നടന്ന യോഗം ഉൾപ്പെടെ അവർ കൈപ്പറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. യോഗം അറിഞ്ഞാലും ഈ ഓഫീസിലേക്ക് വരികയോ ഇവിടുത്തെ യോഗത്തിലൊന്നും പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ന് ബഡ്ജറ്റായിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തെ കരട് ബഡ്ജറ്റ് അവതരണമായിരുന്നു. അല്പം വൈകിയാണ് യോഗം തുടങ്ങിയത്. കാരണം 1-ാം വാർഡ് മെമ്പർ, 2-ാം വാർഡ് മെമ്പർ, 3-ാം വാർഡ് മെമ്പർ അവരുടെ പെട്ടെന്നുണ്ടായ ഒരു മരണത്തെ തുടർന്ന് 3-ാം വാർഡ് മെമ്പർ എന്നെ വിളിച്ച് ഒരല്പസമയം വൈകി എത്തുള്ളൂ എന്ന് അറിയിച്ചിരുന്നു. മറ്റ് 2 മെമ്പർമാരും ഇതേ കാര്യം തന്നെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് 10 മിനിറ്റ് വൈകിയാണ് ഇന്ന് യോഗം തുടങ്ങിയത്. യോഗം തുടങ്ങുകയും എൻ്റെ ആമുഖ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇവിടെ ബഡ്ജറ്റിൻ്റെ പ്രസംഗം കഴിഞ്ഞ് ബഡ്ജറ്റ് അവതരണം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഇവിടുത്തെ PTS ആയ സൗമ്യ ഡോറിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന മെമ്പർമാരോടൊക്കെ ബുക്കിൽ സൈൻ ചെയ്യിച്ചിട്ട് ആ ബുക്കും കൊണ്ടാണ് കുട്ടി അവിടെ നിന്നിരുന്നത്. ബക്കർ മെമ്പർ പെട്ടെന്ന് ഹാളിലേക്ക് വരികയോ കുട്ടിയുടെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങിച്ച് സൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ യോഗത്തിൻ്റെ അധ്യക്ഷയാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല. അവർ സ്വാഭാവികമായും നേരം വൈകി വന്ന ജനപ്രതിനിധി അധ്യക്ഷയോട് അനുമതി ചോദിച്ചതിന് ശേഷമാണ് ഇവിടെ ഒപ്പുവയ്ക്കാറ്. ഇന്ന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ മെമ്പർ വന്നു എന്നിവിടെ അറിയിച്ചപ്പോൾ നമ്മൾ ഇവിടെ ഓൺലൈൻ അറ്റൻഡൻസ് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ആ മെമ്പർ ഹാളിൽ പ്രവേശിക്കുകയോ ഹാളിലെ സീറ്റിൽ ഇരിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ഇവിടെ അറ്റൻഡൻസ് കൊടുക്കാൻ സാധിക്കില്ല. നമ്മളപ്പോൾ തന്നെ PTSനോട് പറഞ്ഞു, സൗമ്യയോട് പറഞ്ഞു, ആ മെമ്പർ താഴെ ഓഫീസിലുണ്ടെങ്കിൽ വിളിപ്പിക്കുമെന്ന് പറഞ്ഞു. അവിടെ പോയി നോക്കി വന്നപ്പോൾ അവർ പറഞ്ഞു അവർ ഓഫീസിലില്ല, ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു തോന്നുന്നു, ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് 16-ാം വാർഡ് മെമ്പർ ബക്കറിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയും ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിടെ ഞാൻ വൈസ് പ്രസിഡന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ ചെറിയ ഒരു ഗ്യാപ്പ് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ഭരണസമിതി അംഗങ്ങളെ ആ വിവരം അറിയിച്ചു. ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് ആരോപണ വിധേയനായി നിൽക്കുന്ന മെമ്പർക്ക് ഇന്നിവിടെ ഓൺലൈൻ അറ്റൻഡൻസ് കൊടുക്കാൻ സാധ്യമല്ല എന്ന് അറിയിച്ചു. അതേ തുടർന്ന് UDF മെമ്പർമാർ പ്രസിഡന്റ് നീതി പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുഗമമായി നടന്നിരുന്ന ബഡ്ജറ്റിൽ പ്രതിഷേധമുണ്ടാക്കുകയും ബഡ്ജറ്റ് നടക്കുന്നതിന് പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ വിളിച്ചിരുന്നു. പോലീസിൻ്റെ സഹായത്തോടെ ബഡ്ജറ്റ് ഇവിടെ ഭംഗിയായി അവതരിപ്പിച്ചു. ഭൂരിപക്ഷ തീരുമാനത്തോടു കൂടി ബഡ്ജറ്റ് സർവതല സ്പർശിയായി എല്ലാ മേഖലയിലെയും വികസന പ്രവർത്തനങ്ങളെ സ്പർശിച്ചുകൊണ്ട് നടത്തിയ ബഡ്ജറ്റാണെന്ന് അനുമതിയും അംഗീകാരവും ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് ബഡ്ജറ്റ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കരട് ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മെമ്പർമാരുടെ ചർച്ചകളും തീരുമാനങ്ങൾക്കും അനുസരിച്ച് ബഡ്ജറ്റിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിക്കൊണ്ട് അന്തിമ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതും പദ്ധതി പ്രവർത്തനങ്ങൾ